ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് എനിക്ക് ഒത്തിരി പണിയുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പുറത്തെ പറമ്പിൽ തെങ്ങേറിയ കാരണം കൊണ്ട് ഒരുപാട് പണിയുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ സ്ഥലം കുറവാണ് കേട്ടോ, തെങ്ങും അധികമില്ല, 2 തെങ്ങേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓലയൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ അപ്പുറത്തെ പറമ്പിൽ തെങ്ങേറിയപ്പോൾ അമ്മ ഒന്ന് പറഞ്ഞു എന്നോട്, മോളെ അവിടെ തെങ്ങേറിയുണ്ട്, ഓലയൊക്കെ പോയി വലിച്ചോടുന്നോളാൻ. പണ്ടൊക്കെ അമ്മയാണെന്ന് കേട്ടോ ഓലയൊക്കെ വലിച്ചു കൊണ്ടുവന്നിരുന്നത്. ഇപ്പം അമ്മയ്ക്ക് പഴയ പോലെ വയ്യാത്ത കാരണം കൊണ്ട് അമ്മ എന്നോട് പറഞ്ഞു കൊണ്ടുവരാൻ. ഞാനങ്ങനെ പോയി അതൊക്കെ എടുക്കാനായിട്ട് പോയി. ഞാനും കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ. പഴയ പോലെ അമ്മയ്ക്ക് വിറക് ശേഖരിക്കാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് കേട്ടോ അമ്മ നമ്മളോട് പറയണേ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ വീട്ടിലൊരു വലിയൊരു വിറകുപരി ഉണ്ടായിരുന്നു, അതിൽ നിറയെ വിറക് ശേഖരിച്ച് വെക്കില്ലായിരുന്നു. വേനൽക്കാലം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിറയെ വിറക് ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പം പിന്നെ ഞാൻ വന്നതിന് ശേഷം വിറക് വരെ ഇല്ലാതായിട്ടാ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ചെടി നടാനായിട്ട് സൗകര്യം ഉണ്ടാവില്ല. സ്ഥലമുള്ളത് മുഴുവൻ വിറകുവരയ്ക്കായിട്ട് പോകുന്ന കാരണം ഞാൻ പറഞ്ഞു വിറകുവര വേണ്ട, ആവശ്യത്തിനുള്ള വിറക് മൂടി വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചേശ്ശെ വിറക് മാത്രമേ സൂക്ഷിക്കുന്നുള്ളൂ. ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരു ചേമ്പ് നട്ടിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാനായിട്ട് പറിച്ചു നോക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. പുറമേക്കൊരു വിത്ത് കാണാനുണ്ട്, എന്നാൽ അധികം വിത്തൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, കുറച്ച് നാളായിട്ടുള്ളത് നട്ടിട്ട്. എന്നാലും ഒന്ന് പറിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. ആ സ്ഥലം എനിക്ക് വേറെ എന്തെങ്കിലും കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പറിക്കാമെന്ന് വിചാരിച്ചത്. ചേമ്പ് പറിച്ചു, പക്ഷേ വിത്തുകൾ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം വിത്ത് ആയിട്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ, കുറച്ചേശ്ശെ വിത്തേ ഉണ്ടായിരുന്നുള്ളൂ. ഒക്കെ ചെറിയ ചെറിയ വിത്തുകളായിരുന്നു, കാര്യമായിട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചും കൂടി കാലം കഴിയാനിച്ചൊക്കെ വലിയ വിത്തുകളൊക്കെ ആയേനെ, പക്ഷെ അതൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ ഭാഗത്തൊരു കാവത്ത് നട്ടിട്ടുണ്ടായിരുന്നു, അത് എന്തായെന്ന് നോക്കാം. കാരണം ഈ സമയത്തൊക്കെ കാവത്ത് പറിച്ച് കറി വെച്ചാൽ, അതായത് പുഴുക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു സമയമുണ്ട് കാവത്ത് പറിക്കാനും അത് കഴിക്കാനും ഒക്കെ. കാവത്തു നടുമ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ പറിച്ച വിത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഇത്തിരി കട്ടി കൂടിയ ഭാഗം ഉണ്ടായിരിക്കും. ആ ഭാഗം നമ്മൾ ചെത്തി മാറ്റിയിട്ട് വയ്ക്കും, ബാക്കിയുള്ള ഭാഗം നമ്മൾ എടുക്കുള്ളൂ. എന്നിട്ട് അതെടുത്തിട്ടാണ് നമ്മൾ കുഴിച്ചിടാനായിട്ട് ഉപയോഗിക്കാറ്. അതെല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെ. നമ്മൾ ഏത് വിത്തിൻ്റെ ആണെങ്കിലും ആ മുകൾ ഭാഗം എടുത്തിട്ട് കുറച്ച് ചെത്തി മാറ്റി വയ്ക്കും, അത് നമ്മൾ കുഴിച്ചിടാനായിട്ട് ഇട്ട് കൊടുക്കും. എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെ ചെയ്യും. ഇത് ഞാൻ ഒരു കുഞ്ഞു വിത്ത നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ, അതിൽ നിന്ന് നമുക്ക് കിട്ടിയതാണത്. ഓരോ മരത്തുമ്മ കയറി പോകാവുന്ന രീതിയിൽ മരത്തിൻ്റെ ചോട്ടിലായിട്ടാണ് ഞാൻ കാവത്ത് നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വള്ളികളായിട്ട് ആ മരത്തുമ്മ കയറി പൊക്കോളൂല്ലോ. കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലായിടത്തും വിത്തുകൾ കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ നടുന്ന ഒരു കുഞ്ഞു വിത്തായിരിക്കും, അതിൽ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വിത്ത് കിട്ടും, അത്ര തന്നെ. പുഴുക്കുണ്ടാക്കി ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മയ്ക്കാണ് കേട്ടോ. പുഴുക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നിരുന്നാലും പ്രത്യേക ഒരു ഇഷ്ടം അമ്മയ്ക്ക് കൂടുതലാണ്. ഞാനിവിടെ മഞ്ഞളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് പറിക്കേണ്ട സമയം തന്നെയാണല്ലോ ഇപ്പോൾ, ഈ സമയത്തൊക്കെ തന്നെ പറിക്കേണ്ടത്. അപ്പോൾ പിന്നെ അത് പറിച്ചു നോക്കാമെന്ന് കരുതി. ഇന്നാൾ കുറച്ച് മഞ്ഞൾ പറിച്ചതാണ് കേട്ടോ. പറിക്കലും അതുപോലെ തന്നെ അത് ഉണക്കലും ഉടുക്കലും എടുത്തേക്കലൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ട്രിപ്പ് മഞ്ഞൾ പറിക്കുകയാണ്. പറിച്ച് കുറച്ചെല്ലാം ബാക്കിയുള്ളൂ പറിക്കാനായിട്ട്. അതൊക്കെ പറിച്ച് വെയിലത്തിട്ട് ഉണക്കി എടുത്ത് വെക്കണം. പുഴുങ്ങിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വെയിലത്തിട്ട് ഉണക്കാറ്, അതാവുമ്പോൾ കുറേ കാലം കേടുകൂടാണ്ടിരുന്നോളൂ. അപ്പോൾ ശരി കൂട്ടുകാരെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.